കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടുവെന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഉദ്ധാനം ചെയ്ത കർത്താവ് അല്ലെങ്കിൽ ഉദ്ധാനത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഇന്ന് സുവിശേഷത്തിലൂടെയും ആദ്യ വായനയിലൂടെയും നമ്മുടെ മുമ്പിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരെന്ന നിലയിൽ ലോകമെമ്പാടും പോയി യേശുവിനെ പ്രഘോഷിക്കുവിൻ എന്നുള്ളൊരു ദൗത്യം സ്വീകരിച്ചവരാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സാധാരണ നമ്മൾ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുന്ന ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാന ശുശ്രൂഷകളിലൊക്കെ നമ്മളെപ്പോഴും പറയും, നമ്മളെല്ലാവരും സുവിശേഷകരാകാൻ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം എല്ലാ ക്രിസ്ത്യാനികളുടെ ദൗത്യമാണ് ഉദ്ധാനത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യമാണ് യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. ഇതെങ്ങനെ പ്രഘോഷിക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഇന്ന് സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. നമ്മൾ ലോകമെങ്ങും പോയി സുവിശേഷം പറഞ്ഞില്ലേലും നമ്മുടെ ഭവനത്തിൽ നമുക്ക് സുവിശേഷം പറയാൻ പറ്റും. സംസാരം കൊണ്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ജീവിതം കൊണ്ടും ജീവിത പെരുമാറ്റം കൊണ്ടൊക്കെ നമ്മുടെ ഭവനത്തിൽ സുവിശേഷമായി മാറാൻ ഈശോയുടെ കരുണയും സ്നേഹവും ഈശോ വാഗ്ദാനം ചെയ്ത് ഉദ്ധാനം ചെയ്ത കർത്താവ് വാഗ്ദാനം ചെയ്ത സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ടൊക്കെ നമ്മൾ നിറയപ്പെടുന്ന അനുഭവം ഉണ്ടാവുകയും ആ അനുഭവത്തിൽ നമ്മൾ ജീവിക്കാനും വ്യാപരിക്കാനും തുടങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ധിതരായ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് മാറുകയാണ്. ആദ്യവാനയിൽ നമ്മൾ കണ്ടു, പത്രോസും യോഹന്നാനും സുന്ദര കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ജന്മനാ മുടന്തനായ ഒരുവൻ ഇരിക്കുന്നു. അവന് സൗഖ്യം നൽകി. അപ്പോൾ ഇവൻ ജന്മനാ മുടന്തനാണ്, 40 വർഷമായിട്ട് മുടന്തുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ തളർന്നിരിക്കുന്നവനാണ്. അവൻ വർഷങ്ങളോളമായിട്ട് ഈ സുന്ദര കവാടത്തിലുണ്ട്. അപ്പോൾ ഒരുമാതിരിയുള്ള എല്ലാവർക്കും തന്നെ അവൻ്റെ ജീവിതം, അവൻ്റെ ഇന്നലെ, അവൻ്റെ കുടുംബം, അവൻ്റെ സാഹചര്യമൊക്കെ അറിയാം. ഈ സുന്ദര കവാടത്തിൽ ഇരുന്നവനെ പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല, വെള്ളിയില്ല, പക്ഷെ ഒരു നാമമുണ്ട്, ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ തക്ഷണം എഴുന്നേറ്റ് നടന്നു. ഇതവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി, വലിയ കോളിളക്കം ഉണ്ടാക്കി. കാരണം എന്താ? ഒത്തിരി പേര് ഈ നാമത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി, യേശുക്രിസ്തുവിലേക്ക് വരാൻ തുടങ്ങി. അനേകായിരങ്ങൾ ഇവരുടെ പ്രബോധനം കേൾക്കാനും പ്രഭാഷണം കേൾക്കാനൊക്കെ തിങ്ങിക്കൂടാൻ തുടങ്ങി. അപ്പോൾ ദൈവജ്ഞർക്കും ഫരിസേയർക്കും പ്രധാന പുരോഹിതന്മാർക്കൊക്കെ അല്ലാത്ത അസ്വസ്ഥയുണ്ടായി. അപ്പോൾ ഒരു സംഘം കൂടി തീരുമാനിച്ചു. പത്രോസിനെ യോഹന്നാനും വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാം ശരിയാണ്, പക്ഷെ ഈ നാമത്തിൽ ഇനി പ്രസംഗിക്കരുത്.
കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നാമത്തിൽ ഇനി പ്രഘോഷിക്കരുത്, ഇത് സുവിശേഷ പ്രഘോഷം നടത്തരുത്, യേശുവിനെ പ്രഘോഷിക്കരുത് എന്ന് പറഞ്ഞു. കാരണം എന്താ, ഇവർക്ക് സംഘത്തിന്റെ മുമ്പിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. ഇവരിലൂടെ ആ നാമത്തിലൂടെ അത്ഭുതം സംഭവിച്ചതിന്റെ സാക്ഷി അവരുടെ മധ്യത്തിലുണ്ട്. ജന്മനാ മുടന്തനായവൻ എന്ന് കൂളായിട്ട് നടക്കുക. ഇവർക്ക് തിരസ്കരിക്കാൻ പറ്റില്ല, ദൈവത്തിന്റെ പ്രവൃത്തിയെ തള്ളിക്കളയാൻ പറ്റില്ല. ഈ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമെന്ന് ഇവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാക്ഷ്യമാരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവരെ പ്രൈവറ്റായിട്ട് രണ്ടുപേരും വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞു, ഇനി ഈ നാമത്തിൽ പ്രഘോഷിക്കരുത്, അടി കിട്ടും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ തന്നെ അപ്പസ്തോലന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അനുസരിക്കേണ്ടത് മനുഷ്യനെയാണോ ദൈവത്തെയാണോ? ഞങ്ങൾ അനുസരിക്കേണ്ടത് മനുഷ്യനെയാണോ ദൈവത്തെയാണോ? ഉദ്ധാനം ചെയ്ത കർത്താവിൽ, ഉദ്ധിതനായ ക്രിസ്തുവിൽ ഒരു ദൈവ പൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉദ്ധാനത്തിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറും, ദൈവസ്വരം കേൾക്കുന്നവരായിട്ട് മാറും. മനുഷ്യൻ പറയുന്നതിനല്ല നമ്മൾ വില കൊടുക്കുന്നത്, മനുഷ്യന്റെ വാക്കുകൾക്കല്ല നമ്മൾ വില കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ മനുഷ്യന്റെ വാക്ക് കേട്ടും മനുഷ്യന്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ മൂലവും നമ്മൾ ഇന്ന് ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറയാം, അച്ഛാ ഞങ്ങളെക്കുറിച്ച് അവർ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, ഞങ്ങൾക്ക് സങ്കടമാണ്, ഞങ്ങൾക്ക് വിഷമാണ്, ഞങ്ങൾക്ക് വേദനയാണ്, ഞങ്ങൾക്ക് അത് ഓർത്തിട്ട് ഉറക്കവുമില്ല, പിന്നെ എന്തായി, വെറുപ്പായി, വിദ്വേഷമായി, അവരെ സ്നേഹിക്കാൻ പറ്റാത്ത അനുഭവത്തിലൊക്കെ കടന്നു പോവുക. കർത്താവിൻ്റെ സ്വരം ദൈവവചനം, കർത്താവിൻ്റെ സ്വരം ദൈവത്തിൻ്റെ വചനം നമുക്ക് സൗഖ്യം കിട്ടാനുള്ള വഴികളും, നമ്മളൊരാൾ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരാൾ നമ്മൾ വെറുക്കുമ്പോൾ, ദ്വേഷിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ സ്വരം ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുവിൻ എന്നൊക്കെയുള്ള ദൈവസ്വരത്തെ മാനിക്കാന്നുള്ളതാണ് ഒരു ദൈവവേദന ലക്ഷ്യം, അല്ലെങ്കിൽ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിലും ഉപരിയായി മനുഷ്യന്റെ സ്വരം കേൾക്കുമ്പോൾ ഇന്ന് എത്രയോ ജീവിതങ്ങൾ തളർന്നും തകർന്നും മാനസികമായി വിഷമിച്ചും ദുഃഖത്തിലും അസ്വസ്ഥതകളിലും ആകുലതയിലും കടന്ന ദൈവസ്വരത്തെക്കാൾ ഉപരിയായി മനുഷ്യന്റെ സ്വരം, ലോകത്തിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ലോകത്തിന്റെ സകല അസ്വസ്ഥതകളും ഒരു ദൈവ പൈതലിനെ ഭരിക്കാൻ തുടങ്ങും. അപ്പസ്തോലന്മാർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കേണ്ടത് മനുഷ്യന്റെ സ്വരമല്ല, ദൈവത്തിന്റെ സ്വരമാണ്. കർത്താവ്, ഉദ്ധാരം ചെയ്ത കർത്താവ് ഞങ്ങളോട് പറഞ്ഞത്, ലോകമെമ്പാടും പോയി നിങ്ങൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഇത് ദൗത്യമാണ്, ഇതൊരു കൽപ്പനയാണ് കർത്താവ് നൽകിയത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവർക്ക് ഒരു മടിയില്ല. ഇത്രയൊക്കെ പേടിപ്പിച്ചിട്ടും അടി കിട്ടുമെന്ന് പറഞ്ഞിട്ടും തല്ല് കിട്ടുമെന്ന് പറഞ്ഞിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഇവർ സുവിശേഷ പ്രഘോഷം നടത്തുന്നത്, യേശുവിനെ പ്രഘോഷിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ദൈവമക്കൾക്കും, ഉദ്ധിതനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക്, ഉദ്ധാനം ചെയ്ത കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള പ്രഥമമായ ഒരു കൽപ്പനയാണ് ഉദ്ധിതനായ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക എന്നുള്ളത്. സഹനങ്ങളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതികൂല അനുഭവങ്ങളിലൊക്കെ ഈശോയെ കൊടുക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരെ നയിച്ച അതേ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.